ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ, നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത്, എടാ സച്ചി, നിന്റെ ഭാര്യനെ ഇങ്ങോട്ട് കയറ്റാൻ ഞാൻ സമ്മതിക്കില്ലടാ. അവളെ ഇങ്ങോട്ടെങ്ങാനും വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ ചൂലെടുത്ത് ഇവിടെ നിന്ന് അടിച്ചിറക്കൂടാ. അവളും അവളുടെ കുടുംബവും വെറും 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 കള്ളന്മാരാ. പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടിയ മുതലാ മോഷ്ടിക്കുക എന്നത്. അതവർക്ക് പാരമ്പര്യമായിട്ടുള്ളതാ. അതവർ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു മോഷ്ടിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഇവിടെ ആരെയും ഞാൻ താമസിപ്പിക്കത്തില്ലടാ. നീ വേറെ വീടെടുത്ത് വേണമെങ്കിൽ കൊണ്ടുപോടാ അവളെ എന്നൊക്കെ പറഞ്ഞു. സച്ചിക്കാണെങ്കിൽ ദേഷ്യം വന്നോട്ടെ. ഇത്രയും പറഞ്ഞിട്ട് ചന്ദ്ര അകത്ത് കയറിപ്പോയി. നമ്മുടെ സച്ചി എന്ത് ചെയ്തു? രേവതിയുടെ അടുത്തേക്ക് പോയി. ഇതൊന്നും കേട്ടോണ്ട് നിൽക്കേണ്ട കാര്യം നമ്മുടെ സച്ചിക്കില്ല. ഇപ്പൊ സച്ചിക്ക് രേവതിയുടെ ആ ഒരു സമാധാനവും ലക്ഷ്മിയുടെ സമാധാനവും ഒക്കെ വലുതാണ്. അവരാണെങ്കിൽ സമാധാനക്കേട് കൊണ്ട് അവിടെ വല്ലാതെ ബുദ്ധിമുട്ടുവാണല്ലോ. അത് മാത്രമല്ല, നമ്മുടെ ശരത്തോ വല്ലാത്തൊരവസ്ഥയില്. ശരത്ത് ചിലപ്പം ആത്മഹത്യ വരെ ചെയ്യുന്ന ആ ഒരു വഴിവെക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സച്ചിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. അങ്ങനെ സച്ചി പോവുക. ഈ സമയത്താണെങ്കിൽ ശ്രുതിക്കും ഭയങ്കര സന്തോഷം. ഇനി ഏതായാലും അവരിവിടെ താമസിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പൊ അമ്മ അവരിവിടെ താമസിപ്പിക്കത്തില്ല. രണ്ടും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അല്ലെങ്കിലും അവനുണ്ടല്ലോ, എന്നെ ഓട്ടക്കാരാ എന്ന് വിളിച്ച് കളിയാക്കുമല്ലായിരുന്നോ. കൂടെ അവളും. രണ്ടുപേർക്കും ദൈവം പണി കൊടുത്തത് തന്നെയാ ശ്രുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും പറഞ്ഞു, അതെ, നമ്മൾ വെറുതെ അല്ലല്ലോ ദൈവത്തിനെ വിളിക്കുന്നത്. നമ്മളും ദൈവത്തിനെ വിളിക്കുന്നതിന്റെ ഒരു അർത്ഥം ഉണ്ടല്ലോ ശ്രുതി. അതുകൊണ്ട് അവർക്ക് പണി കിട്ടിയത് തന്നെയാ. അല്ലെങ്കിലും ഈ രേവതിയും സച്ചിയും ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. നമുക്ക് എന്താ പ്രയോജനം? പോട്ടെ, എല്ലാവരും പോട്ടെ എന്ന് നമ്മുടെ ശ്രുതിയും. ഏതായാലും ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ കേട്ടാ. ഈ സമയത്ത് പോലീസ് സ്റ്റേഷൻ കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു വീഡിയോ വൈറലായി. അപ്പം അവിടെ SI വന്നിട്ട് അവിടെ കോൺസ്റ്റബിൾമാരോടൊക്കെ പറയാണ്, ഇങ്ങനെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്, നിങ്ങൾ ഇത് കണ്ടായിരുന്നോ എന്ന്. എന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കാൻ വേണ്ടി SP ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ആ വീഡിയോയിലെ മോഷ്ടാവിന്റെ മുഖം വ്യക്തമായിട്ട് അറിയാം, അതുകൊണ്ട് ആക്ഷൻ എടുത്തേ പറ്റൂ. അവൻ എവിടെയാണ്, ആരാണ്, എന്താണ് എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന്, അവനെ തൂക്കിയെടുത്തോണ്ട് വരണം എന്നാണ് കോൺസ്റ്റബിളോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് ശരി സാറെന്ന് പറഞ്ഞു. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ശരത്തിനെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഈ സമയത്ത് വീണ്ടും രേവതിനെയും ലക്ഷ്മിനെയും ദേവുവിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ദേവു പറയും, ഇനി നമ്മൾ എങ്ങനെ നാട്ടിലിറങ്ങും, ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും, അവൻ ഇനി ഒരു ചതി നമ്മളോട് ചെയ്ത. അപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, അവന്റെ ഭാവിയെ കുറിച്ച് ഓർത്തിട്ടാ എനിക്ക് സങ്കടം. എല്ലാം നശിപ്പിച്ചില്ലേ. അവന്റെ ഭാവി ഇനി എവിടെ ചെന്ന് അവസാനിക്കും. അവനാണെങ്കിൽ എക്സാം വരാനിരിക്കുക. അതൊക്കെ എങ്ങനെ പാടുപെട്ട ആ സച്ചി എഴുതിപ്പിക്കാൻ വേണ്ടി അത്രയ്ക്ക് റിസ്ക് എടുത്തതല്ലേ. എന്നിട്ട് ഇപ്പം കണ്ടില്ലേ ഈ ഒരു അവസ്ഥ വന്നില്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി മുറ്റത്ത് വന്ന് നിന്നോട്ടോ, സച്ചിയുടെ വണ്ടി. എന്നിട്ട് ഓണടിച്ചിട്ട് സച്ചി കയറി വന്നത് നമ്മുടെ രേവതി സച്ചിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, കരയാതെ, എന്തിനാ രേവതി കരയുന്നത്, നീ കരയാതെ. എന്തായാലും സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ രേവതിയുടെ കരച്ചിൽ കണ്ടിട്ട്. രേവതിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. സച്ചിയാണെങ്കിൽ ഇതെല്ലാം മനസ്സിൽ ഒതുക്കി വെച്ചോണ്ട് നടന്നല്ലോ എന്ന് ഓർത്തിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മുടെ രേവതിനെ സച്ചി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ലക്ഷ്മി പറഞ്ഞു, മോനെ എന്നോട് ക്ഷമിക്കും മോനെ. എന്തിനാ അമ്മ എന്ത് തെറ്റ് ചെയ്തത്, അമ്മ എന്തിനാ എന്നോട് ക്ഷമിക്കാനൊക്കെ പറയുന്നത്? അത് പിന്നെ അന്ന് ശരത്തിന്റെ കൈ ഒടിച്ചപ്പം സത്യം അറിയാതെ അമ്മ എന്തൊക്കെയോ മോനോട് പറഞ്ഞു, എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഇപ്പോഴാ അമ്മയെല്ലാം അറിഞ്ഞത് എന്തിനായിരുന്നു എന്നൊക്കെ. അവൻ ചെയ്ത തെറ്റിന് അവൻ മോനെ ഒന്നും ചെയ്തില്ലല്ലോ. അത് മോന്റെ നല്ല മനസ്സുകൊണ്ടാ. അല്ലാതെ ഞാൻ എന്താ മോനെ നിന്നോട് പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവും പറഞ്ഞു, ഞാനും സച്ചേനെ കുറ്റപ്പെടുത്തി തെറ്റിദ്ധരിച്ചു. അപ്പൊ സച്ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. നടന്നതൊക്കെ മനസ്സിൽ വെച്ച് സച്ചേട്ടൻ അവനെ രക്ഷിക്കുകയല്ലായിരുന്നു ചെയ്തത്. പുറത്ത് ആരെയും ഇവരും അറിയിച്ചില്ലല്ലോ. ഞങ്ങളോട് ക്ഷമിക്കും സച്ചേട്ടാ, ഞങ്ങൾക്ക് മാപ്പ് താ സച്ചേട്ടാ. അപ്പോഴത്തേക്ക് ലക്ഷ്മി വീണ്ടും പറഞ്ഞു, അത് പിന്നെ നിന്റെ ബൈക്ക് അവൻ ആദ്യം മോഷ്ടിച്ചത്. അത് കാരണം അവന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്. എന്നിട്ടും അവൻ പഠിച്ചില്ല, തിരുത്തിയില്ല. വീണ്ടും അവൻ ഇങ്ങനെ മോഷ്ടിക്കാൻ തുടങ്ങിയാല് അത് പിന്നെ അമ്മയോടുള്ള ദേഷ്യത്തിലല്ലേ അവൻ ചെയ്തത്. അതിന്റെ വരുമരായിയെ കുറിച്ചൊന്നും അവൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. പിന്നെ ആലോചിച്ചപ്പോഴത്തേക്കും സമയം കടന്നുപോയി. അപ്പൊ രേവതി പറഞ്ഞു, സച്ചിയേട്ട, അവന്റെ ഭാഗം നിന്നാല് നിങ്ങൾ വീണ്ടും കുറ്റപ്പെടുത്തുള്ളൂ. അങ്ങനെ അവന്റെ ഭാഗം നിൽക്കാതെ ഇരുന്ന അന്ന് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി. പക്ഷെ ഇപ്പം അവന്റെ ഭാഗവും നിങ്ങൾ സംസാരിക്കുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെറുതായി പോകുന്ന പോലെ തോന്നുക സച്ചേട്ടൻ, എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് കാലെ പിടിച്ചപ്പോഴത്തേക്കും, എന്താ രേവതി കാണിക്കുന്നത്, എണീറ്റേ, ഇതെന്താ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിന്നോട് പറഞ്ഞില്ല കരയരുതെന്ന്. അത് പിന്നെ ഈ വിവരം പുറത്തറിഞ്ഞാൽ ഉണ്ടാകുന്ന അപമാനം അതറിയാവുന്നത് കൊണ്ടല്ല സച്ചേട്ടൻ ആരോടും പറയാത്തത്. അമ്മ ഇതറിഞ്ഞാല് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട്
എനിക്ക് വേണ്ടി സച്ചേട്ടൻ അത് മൂടി വെച്ചു. പക്ഷെ ഇപ്പം ഇതെല്ലാവരും അറിഞ്ഞ് നാട്ടുകാരറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു, മൊത്തം എല്ലാവരും അറിഞ്ഞു. ഇനി ഞാൻ എന്താ സച്ചേട്ടാ ചെയ്യേണ്ടത്? ശരത്ത് തെറ്റ് ചെയ്തിട്ടും അത് അവൻ മൂടി വെച്ചിട്ട് സച്ചേട്ടനെ തെറ്റുകാരനാക്കി. ഞങ്ങൾ സച്ചേട്ടനെ കുറ്റപ്പെടുത്തി. ഞങ്ങളോട് ക്ഷമിക്കും സച്ചേട്ടാ, മാപ്പ് തരൂ സച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി വീണ്ടും വീണ്ടും ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു അത് അവന്റെ ഭാവി ഓർത്തായിരുന്നു എനിക്ക് പേടി. ഞാന് പറഞ്ഞില്ലെങ്കിൽ മറ്റാരും ഇത് പറഞ്ഞിട്ട് അറിയില്ല എന്നാ ഞാൻ ഓർത്തത്. ഇങ്ങനെയൊന്നും സംഭവിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ എങ്ങനെ ഈ ഫോണിൽ നിന്ന് ഈ വീഡിയോ പോയതെന്ന് എനിക്ക് അറിയില്ല. എന്തോ എന്തോ നടന്നിട്ടുണ്ട്. പിന്നെ അമ്മയും ശ്രുതിയും ഒക്കെ ശരത്തിനെ അത് ഭയങ്കരമായിട്ട് അപമാനിച്ചില്ലേ. അതവന് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അമ്മയോടുള്ള ദേഷ്യത്തിന് അവൻ അങ്ങനെ ചെയ്തത്. അവൻ സ്വയം എടുത്ത തീരുമാനമല്ലായിരുന്നു അത് ആ ആന്റണിയൊക്കെ കൂടി നിർബന്ധിച്ച് പ്രേരിപ്പിച്ച് ചെയ്യിപ്പിച്ചതാ. അല്ലാതെ ഒരിക്കലും അവന്റെ മനസ്സിൽ നിന്ന് വന്നതല്ലത്. ഞങ്ങൾ അന്നേ പറഞ്ഞതാ അവനോട് കൂട്ടുകൂടരുത്, ആന്റണിയോട് കൂട്ടുകൂടരുതെന്ന്. അതിപ്പം മാറിയില്ലോ രേവതി. ഇപ്പൊ ആന്റണിയോട് കൂടുന്നില്ലല്ലോ. അവൻ ആകെപ്പാടെ മാറി. അവൻ നല്ല കൊച്ചായിട്ടല്ലേ ഇപ്പൊ നടക്കുന്നത്. അല്ല എങ്കിലും ഇപ്പം അവന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് സച്ചേട്ടാ. പിന്നെ ആ ഫോണ് കാണാതെ ഇരുന്നപ്പം സച്ചേട്ടൻ ഒത്തിരി വെപ്രാളപ്പെട്ടില്ലേ? അത് ആ വീഡിയോ ആരെങ്കിലും കാണും എന്ന് ഓർത്തിട്ടല്ലായിരുന്നോ? അതെ, ഞാൻ അതൊക്കെ വിചാരിച്ചായിരുന്നു. ഏതായാലും ഇനിയിപ്പോ ആ വീഡിയോ പുറത്തായി, എല്ലാവരും അത് കണ്ടു. ആ ഫോൺ എങ്ങനെ എന്റെ കയ്യിൽ നിന്ന് പോയിന്ന് അറിയില്ല. പിന്നെ സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിച്ചു. ഇനിയിപ്പൊ കരഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പൊ അതിനെക്കുറിച്ച് എന്തിനാ മോളെ വെറുതെ ആലോചിച്ച് കരയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പം എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മുമ്പിൽ കണ്ടിട്ട് അതിനെ നേരിടുക. ഏതായാലും ഈ സമയത്ത് രണ്ട് പോലീസുകാർ വന്നു കേട്ടോ, രണ്ട് കോൺസ്റ്റബിൾ വന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി കണ്ട് പേടിച്ചു പോയി. സച്ചേട്ടാ ദേ പോലീസ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവരകത്തേക്ക് കയറി വരുവാണ്. ഒരു സ്കൂട്ടിയിലാണ് കേട്ടോ രണ്ട് പോലീസുകാർ വരുന്നത്. അപ്പൊ തന്നെ സച്ചി ചോദിച്ചു എന്താ സാർ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇത് ശരത്തിന്റെ വീടല്ലേ? അതെ. അതെന്താ സാറേ ഇപ്പൊ ശരത്തിനെ അന്വേഷിച്ചു വന്നത്? ശരത്തിനെ വിളിച്ച് അവൻ ഇവിടെ ഇല്ല സാർ, അവൻ പുറത്തു പോയേക്കുക. താൻ കള്ളം പറയരുത് കേട്ടോ. താൻ പോയി അകത്ത് നോക്കാൻ പറഞ്ഞു. ഒരു കോൺസ്റ്റബിളിനെ അകത്തേക്ക് വിട്ടു. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു സത്യ സാറേ പറയുന്നത്, അവൻ ഇവിടെ ഇല്ല. അപ്പൊ ആ കോൺസ്റ്റബിൾ പോയി നോക്കിയിട്ട് വന്ന് പറഞ്ഞു അവനെ അകത്തില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വേറൊരു പോലീസ് ചോദിച്ചു എന്താ നിങ്ങൾ കാണിക്കുന്നത്? അവൻ എവിടെ പോയതാ? അവനെ മറച്ചു വെച്ചിരിക്കുകയാണോ? അതോ ഇനി കണ്ടവന്റെ മുതൽ മോഷ്ടിക്കാൻ വേണ്ടി അവൻ പ്ലാൻ ചെയ്ത് വെളിയിൽ പോയതായിരിക്കൂലേ? അവൻ മോഷ്ടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. പോലീസുകാരെ എല്ലാവരും തെറി വിളിക്കുന്നത്. ഈ ഏരിയയിൽ ഇങ്ങനെ ഒരു കള്ളനുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. നിങ്ങളുടെ ഒക്കെ അറിവോട് കൂടിയാണോ അവൻ ഈ പണിക്ക് ഇറങ്ങിയത്? ശോ, എന്റെ പൊന്നു സാറേ, അവൻ കള്ളനൊന്നും അല്ല, ചെറിയ പയ്യനല്ലേ അവൻ അറിയാതെ ചെയ്തു പോയതാ. ഓ, അറിയാതെ ചെയ്തു പോയതോ? അറിഞ്ഞോണ്ട് ചെയ്തത് അവന്. നിങ്ങളൊക്കെ അവന്റെ ആരാ? അത് പിന്നെ ഞാന് അവന്റെ അമ്മയാ സാറേ എന്ന് പറഞ്ഞ് ലക്ഷ്മി വന്നു. എന്നിട്ട് നമ്മുടെ രേവതിനെ പരിചയപ്പെടുത്തി, ഇത് സഹോദരിമാരാണ് എന്ന് പറഞ്ഞിട്ട് ദേവുവിനെ പരിചയപ്പെടുത്തിയിട്ട് ഇത് ഇവളുടെ ഭർത്താവാന്ന് പറഞ്ഞ് സച്ചിനെ പരിചയപ്പെടുത്തി. അപ്പോഴത്തേക്കും പോലീസുകാരും പറഞ്ഞു അതെ, ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത്. ഇത് കേട്ടത് രേവതി ഞെട്ടിപ്പോയിട്ടോ. രേവതിയല്ല, ദേവും ലക്ഷ്മിയൊക്കെ ഞെട്ടിപ്പോയി. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു അവൻ ചെയ്തത് തെറ്റ് തന്നെയാ, പക്ഷെ അവൻ എവിടെയാ ഉള്ളതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവൻ വന്നാൽ ഉടനെ ഞാൻ അവനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വരാം. അല്ല, ഇത് ഞങ്ങൾ വിശ്വസിച്ച് ഇവിടുന്ന് പോണോ? വീഡിയോ പുറത്തിറങ്ങിയ ഉടനെ അവൻ സ്ഥലം വിട്ടു. അവൻ എവിടെയോ ഒളിച്ചിരിക്കുക, പാത്തും പതുങ്ങി. അവൻ പഠിച്ച കള്ളനാ. എന്റെ പൊന്ന് സാറേ, അവൻ കള്ളനല്ല. താൻ ആ വീഡിയോ കണ്ടതല്ലേ? ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് അവൻ ക്യാഷ് മോഷ്ടിക്കായിരുന്നു. അത് കണ്ടിട്ട് പറ കള്ളനാണോ അല്ലയോന്ന്. അത് പിന്നെ ആ വീഡിയോയിൽ കാണുന്ന സ്ത്രീ എന്റെ അമ്മയാ സാറേ. ഓഹോ, എന്നിട്ടാണ് നീ അവന്റെ ഭാഗം ചേർന്ന് സംസാരിക്കുന്നത്? അത് പിന്നെ എന്റെ പൊന്നു സാറേ, കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. എന്റെ അമ്മയ്ക്ക് എന്റെ ഭാര്യേനെയും അവരുടെ വീട്ടുകാരെയും കണ്ണിന് കണ്ടുകൂടാ. ഒരു ദിവസം ശരത്ത് വീട്ടിൽ വന്നപ്പോ അമ്മയുടെ ക്യാഷ് കാണുന്നില്ല, അവനെ എടുത്തതെന്ന് പറഞ്ഞ് അവനെ അടിച്ചിരുന്നു, ഒരുപാട് അപമാനിച്ചു. ചെയ്യാത്ത തെറ്റിനെ അപമാനിച്ചത്. ചെറിയ പയ്യനല്ലേ, അവന്റെ മനസ്സിലെ സത്യത്തില് വാശിയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ കാണിച്ചു തരാന്ന് പറഞ്ഞ് കാണിച്ചതാ. അന്ന് അമ്മയോടുള്ള ദേഷ്യത്തിന് അവൻ ചെയ്തതാ. ഓ, ദേഷ്യത്തിന് ചെയ്താന്ന് പറഞ്ഞ് മോഷണം അല്ലാതെ ആവുമോ? അത് പിന്നെ സാറേ, ഇത് കുടുംബകാരിയാ, കുടുംബത്തിലുള്ള പ്രശ്നം. മോഷ്ടിച്ച ക്യാഷ് അവൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. കേസും അറസ്റ്റൊന്നും വേണ്ട സാറേ, വിട്ടേരെ സാറേ. ഓ, വീട്ടിൽ നിന്നും ആ വിഷയം പുറത്തെത്തിയില്ലോ. വീഡിയോ എല്ലാവരും കണ്ടതോടുകൂടി കുറ്റം മൊത്തം ഇപ്പം പോലീസുകാർക്കാ. സോഷ്യൽ മീഡിയയിൽ പോലീസുകാർ തെറി കൊണ്ട് മൂടുവാണ്. പിന്നെ അതൊക്കെ ഒന്ന് നിൽക്കണമെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്തേ പറ്റൂ ഞങ്ങൾക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ഭയങ്കര കരച്ചില്, കൈ കൂപ്പി പിടിച്ചിട്ട് പൊന്നു സാറേ, എന്റെ മോനെ അറസ്റ്റ് ചെയ്യല്ലേ സാറേ, പ്ലീസ് സാറേ എന്ന് പറയാ. അപ്പൊ പോലീസുകാരൻ പറഞ്ഞു ദേ, അവൻ എവിടെയാണെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നിങ്ങളെ ലോക്കപ്പിലിടും. സത്യം പറയിപ്പിക്കാൻ അറിയാമേലാഞ്ഞിട്ടല്ല എന്റെ പൊന്നു സാറേ. ദേ, ഇവരെ വിട്, ഞാൻ ആ മഹാഭാപിയെ പ്രസവിച്ചത് ഞാൻ. എന്നെ കൊണ്ടുപോക്കോ നിങ്ങള്. എനിക്ക് അതേ പറയാനുള്ളൂ സാറേ എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് ശരത്തല്ല സച്ചി പറഞ്ഞിട്ട് പോലീസുകാരോട് പറഞ്ഞു
അവൻ എവിടെയാ എങ്ങനെയാണെന്നൊന്നും അറിയില്ല സാറേ ഞങ്ങൾക്ക്. അവൻ ഇവിടെ വീട്ടിൽ വരും, അവനെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. അവനെ സ്റ്റേഷനിൽ ഹാജരാക്കിയതിനു ശേഷം ഇത് കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞാല് പരാതിയൊക്കെ എഴുതി തള്ളി വെറുതെ വിടൂല്ലോ അല്ലെ. ആ, അങ്ങനെ വെറുതെ വിടണമെങ്കിൽ നിന്റെ അമ്മ പരാതിയൊന്നും ഇല്ലാന്ന് എഴുതി തരണം. കാരണം നിന്റെ അമ്മയുടെ പൈസയല്ലേ മോഷ്ടിച്ചത്, ആ സ്ത്രീയുടെ പൈസയല്ലേ മോഷ്ടിച്ചത്. അപ്പം ആ സ്ത്രീയെ കൊണ്ടുപോവാ. ആ ശരി സാറേ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ആ, എത്രയും പെട്ടെന്ന് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാത്തിനും തൂക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അങ്ങ് പോവുകയാണ് കേട്ടോ. ആകപ്പാടെ പെട്ട് നിൽക്കുകയാണ്. നമ്മുടെ ചന്ദ്രമതി അല്ലേ സാധനം, ചന്ദ്രമതി എങ്ങാനും സമ്മതിച്ചു കൊടുക്കുവോ? പരാതിയില്ല എഴുതി ഒപ്പിട്ട് കൊടുക്കുവോ? ചന്ദ്രമതിക്ക് കിട്ടിയ അവസരം ചന്ദ്രമതി മാക്സിമം വിനിയോഗിക്കുകയല്ലേ ഉള്ളൂ. അയ്യോ, ചന്ദ്രമതിക്ക് മറ്റേ പെരുന്നാളിന്റെ സന്തോഷമാണ് ഇപ്പം. കാരണം ചന്ദ്രമതി വിചാരിച്ചതെല്ലാം കൈപ്പടിയിൽ എത്തിയിരിക്കുകയാണ്. സച്ചിനെ രേവതിനെ പറഞ്ഞയക്കുവാനുള്ള അടിപൊളി സന്ദർഭമാണ് വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ വിനിയോഗിക്കണ്ടേ ചന്ദ്രമതിക്ക്? അങ്ങനെ നമ്മുടെ ലക്ഷ്മി വീണ്ടും കരച്ചില്ല. എന്നിട്ട് ആ ഫോട്ടോയുടെ മുമ്പിൽ, ശരത്തിന്റെ അച്ഛന്റെ ഫോട്ടോയുടെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം, ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു, അമ്മ എന്തായി കാണിക്കുന്നത്, അമ്മ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാം. രേവതി, നീ ഇപ്പൊ സമാധാനിപ്പിക്കുന്ന നിന്റെ അമ്മയെ, നീയും കൂടെ കിടന്നിങ്ങനെ കരഞ്ഞാലോ? അല്ല, അവൻ എവിടെ പോയതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ബാ നമുക്കൊന്ന് തിരക്കണ്ടേ രേവതി എന്നിങ്ങനെ പറയാം. എന്നിട്ട് ലക്ഷ്മിനെ അവിടെ പിടിച്ചിരുത്തി ലക്ഷ്മിനെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി മാത്രമേ ഉള്ളൂ ആ കുടുംബത്തിന് ഇപ്പൊ ആശ്വാസമായിട്ട്. ഏതായാലും ഇതിനിടയിലാണ് പെട്ടെന്ന് നമ്മുടെ ദേവുവിന്റെ ഫോണിൽ ഒരു കോള് വന്നത്. അങ്ങനെ കോൾ എടുത്തതും നമ്മുടെ ദേവു ഞെട്ടിപ്പോവുക. അപ്പൊ പെട്ടെന്ന് ചോദിച്ചു, ആരാ എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ നമ്മുടെ ശരത്ത് അവിടെ ആളൊഴിഞ്ഞ് ആ കെട്ടിടത്തിന്റെ മണ്ടയിലേക്ക് കയറി പോകുന്നത് കണ്ടു എന്നാ പവിയേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് പോകും. അപ്പം ഏതായാലും ഇത്രയും വലിയ പ്രശ്നം വന്നതല്ലേ, ഒരു ആത്മഹത്യാ ശ്രമം ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടെ ഓടി പിടച്ച ആ കെട്ടിടത്തെ പോയി കെട്ടിടത്തിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പതറി എടുത്ത് നോക്കുകയാണ്. ശരത്തിനെ അവിടെ കിടന്ന് അലറി വിളിച്ചിട്ട് ശരത്തിനെ കാണുന്നില്ല കേട്ടോ. ശരത്ത് ആ കെട്ടിടത്തിന്റെ മണ്ടയിലേക്ക് കയറി പോയത് ഈ പവി എന്ന് പറയുന്ന ആ ചേട്ടൻ കണ്ടായിരുന്നു. പുള്ളിക്കാരനും ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വീഡിയോ കണ്ടതല്ലേ. അപ്പം എല്ലാവർക്കും അറിയാലോ ശരത്തിന്റെ ഇപ്പൊ ശരത്ത് അങ്ങനെ ഒരു ആളൊഴിഞ്ഞ് കെട്ടിടത്തിൽ കയറി പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തം ജീവൻ കളയാൻ വേണ്ടി തന്നെയാണെന്ന്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശരത്തിനെ കാണുന്നില്ല കേട്ടോ. ഇവർ ആ കെട്ടിടം മുഴുവൻ അയച്ചു പറക്കിയിട്ട് ശരത്തിനെ കാണുന്നില്ല. വീണ്ടും കരച്ചിൽ നമ്മുടെ രേവതിയും ദേവും ലക്ഷ്മിയും ഒക്കെ. ഏതായാലും അങ്ങനെ വീണ്ടും നമ്മുടെ സച്ചി തപ്പുവാണ് കേട്ടോ. അങ്ങനെ തപ്പി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശരത്ത് ചാടാൻ വേണ്ടി തയ്യാറായി ഏറ്റവും ടോപ്പില് പൊക്കത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതൊരു വലിയൊരു ബിൽഡിംഗ് ആണ്. ഒരു വലിയൊരു ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഏത് ഭാഗത്താണെന്നൊന്നും അറിയത്തില്ല. എന്തോ ദൈവഭാഗ്യം എന്ന് പറയാം. അങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി കണ്ടു പുറകെ രേവതി ദേവു എല്ലാവരും കയറി വന്ന് ഇവരെല്ലാവരും കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ശരത്ത്, ഞാൻ ഇപ്പൊ ചാടും, ആരും എന്റെ അടുത്ത് വരരുത്, ഞാൻ എന്റെ ജീവൻ അവസാനിപ്പിക്കാൻ പോകും, എനിക്ക് മടുത്തു, വേണ്ട, ഇനി വേണ്ട, എന്റെ കുടുംബത്തെ മാനം കെടുത്തിട്ടുള്ള ജീവിതമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മോനെ സച്ചി നീ എന്താടാ കാണിക്കുന്നത്, സച്ചി എന്നല്ല ശരത്തെ നീ എന്താടാ കാണിക്കുന്നത്, എടാ നിക്കണം അവിടെ, എടാ ഇതൊരു പരിഹാരം അല്ലാട്ടോ, ഇതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാമല്ലോ എന്ന് സച്ചി. ഇല്ല സച്ചേട്ടാ, എല്ലാവർക്കും അപമാനം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ജീവിച്ചിരിക്കില്ല സച്ചേട്ടാ, ഇനി എനിക്ക് ജീവിച്ചിരിക്കേണ്ട സച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്ത് ചാടാൻ വേണ്ടി തുടങ്ങുക. ഒരു കാലം എടുത്തിട്ട് മറ്റേ കാലം എടുത്ത് ഇങ്ങനെ വെച്ച് ചാടാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്ക് ലക്ഷ്മിയും ദേവും നമ്മുടെ രേവതിയും അലമുറ ഇട്ട് കരയാ. എടാ മോനെ, നീ എന്താടാ ഈ കാണിക്കുന്നത്, ഞങ്ങൾക്ക് വേറെ ആരാടാ ഉള്ളത്, നിന്നെ പ്രതീക്ഷിച്ചല്ലേടാ ഞങ്ങളൊക്കെ ജീവിക്കുന്നത്, നീ ഇത് ചെയ്യല്ലേടാ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കാർച്ച. നമ്മുടെ സച്ചി പിടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പൊ ചാടും, എനിക്ക് പറ്റില്ല, ഞാനിനി ജീവിക്കില്ല, എനിക്കിനി അപമാനം താങ്ങാൻ പറ്റില്ല, ഒരിക്കലും ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി അല്ല അത് ചെയ്തത്, എന്നെ അത്രമാത്രം വേദനിപ്പിച്ചില്ലേ, അതുകൊണ്ടുള്ള വാശിക്ക് മാത്രം ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലാതെ ഒരിക്കലും ഞാൻ കള്ളനല്ല, ഞാൻ കക്കില്ല, എനിക്ക് കക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കുക. എന്തോ ദൈവഭാഗ്യത്തിന് നമ്മുടെ സച്ചി ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവനെ കയറി ഇങ്ങ് പിടിച്ചൊരൊറ്റ വലിച്ചോട്ടെ. പിന്നെ ഇച്ചിരി ആരോഗ്യവും തണ്ടും തൻ്റെ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ സച്ചി വലിച്ച ഉടനെ നമ്മുടെ ശരത്തിങ്ങ് പോകുന്നു. ശരത്തിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാണ് കേട്ടോ നമ്മുടെ സച്ചി. ഏതായാലും ഒരടി കൊടുക്കേണ്ടതായിരുന്നു. ഇതൊന്നും ഓർത്ത് നിൽക്കുക നമ്മുടെ രേവതിയുടെയും ദേവുവിന്റെയും ലക്ഷ്മിയുടെ ഒക്കെ ഒരു അവസ്ഥയെ. കാരണം വല്ലാത്തൊരു മാനസികാവസ്ഥ. പക്ഷെ നമ്മുടെ ശരത്തിനെയും കുറ്റം പറയാൻ പറ്റില്ല. കഴിഞ്ഞുപോയ കാര്യമല്ലേ, കഴിഞ്ഞുപോയ കാര്യം ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് വീണ്ടും നാണം കെടുത്താന്ന് പറയുമ്പോഴത്തേക്കും അപമാനത്തിന്റെ എക്സ്ട്രീം ലെവലാണ് കേട്ടോ. അപ്പം അത് ഒരിക്കലും താങ്ങാനും അതൊന്നും ഒരിക്കലും സഹിക്കാനും ഒന്നും പറ്റില്ല. പിന്നെ തന്റെ അച്ഛൻ ആദ്യം മരിച്ചു പോയതും താൻ ബൈക്ക് മോഷ്ടിച്ചിട്ടാണ് അങ്ങനെ ഒരു ആത്മഹത്യ ഉണ്ടായത്. അപ്പൊ അതിന്റെ കൂടെ താൻ ഇങ്ങനെ അപമാനം എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുവാണല്ലോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കാം ശരത്ത് അങ്ങനെ ചെയ്യാൻ ഒരുങ്ങിയത്. അങ്ങനെ നമ്മുടെ ശരത്തിനോട് പറഞ്ഞു സച്ചി, ഒരു പ്രശ്നം
വന്നിട്ടുണ്ട്, നേരിടണം. അത് പോരാടി നേരിട്ട് ജയിക്കുക വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ചാകാൻ വേണ്ടി പോവുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ രേവതി പറഞ്ഞു, എന്താണ് ശരത്തെ നീ കാണിച്ചത്, ഞങ്ങളെ കുറിച്ച് ഓർത്തോ നീ? അപ്പൊ ലക്ഷ്മി പറഞ്ഞു, നീ ഇല്ലാതായാല് അമ്മ ജീവിച്ചിരുത്തുന്ന നീ കരുതിയോ? അമ്മ വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞു വേദന കാരണമല്ലേ? അപ്പൊ നമ്മുടെ സച്ചു പറഞ്ഞു, ആദ്യം ഈ ഒരു സംസാരമൊക്കെ നിർത്തമ്മേ, എന്തിനാ ഇനി ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് പിന്നെ ഞാൻ ജയിലിൽ പോകേണ്ടി വരില്ലേ? എനിക്ക് പേടിയാവുക, എനിക്ക് ജയിലിൽ പോയി കിടക്കാനൊന്നും പറ്റത്തില്ല. ആരാടാ പറഞ്ഞത് ജയിലിൽ പോകേണ്ടി വരുന്നത്? ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുകയല്ലേ, നിന്നെ ഞങ്ങൾ അങ്ങനെ ജയിലിലേക്ക് പറഞ്ഞു വിടുവോ? ഞാനാ പറയുന്നത്. എന്താണ് ശരത്തെ നീ പറയുന്നത്? ജയിലിൽ വിടാനാണോ നിന്നെ ഞാൻ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്? തൽക്കാലം നീ ഇപ്പം വീട്ടിലേക്ക് പോണ്ട. ഒരു പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത എവിടെയെങ്കിലും ഞാൻ നിന്നെ കൊണ്ട് താമസിപ്പിക്കും. പോലീസുകാരുടെ കൈ കിട്ടിയാൽ ശരിയാവില്ല. ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? ഈ ലോകം മുഴുവൻ കുറ്റപ്പെടുത്തിയാലും ഈ സച്ചേട്ടനില്ലടാ നിനക്ക്, സച്ചേട്ടനില്ലടാ നിന്റെ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ നമ്മുടെ ശരത്തിനോട്. ഏതായാലും ശരത്തിന് ഇതുപോലെ ഒരു അളിയനെ കിട്ടിയത് ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും, നീ വാടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരത്തിനെ വലിച്ചെടുത്തോണ്ട് പോവുകയാണ് കേട്ടോ. അല്ലാതെ ഇനിയിപ്പം വേറെ വഴിയില്ല, പോലീസുകാരുടെ കൈ കിട്ടിയാൽ തീർന്നു. അതിനു മുമ്പ് ജാമ്യവും കാര്യങ്ങളും ഒക്കെ എടുക്കണം, അതിന് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. കാരണം ജാമ്യവും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പോലീസുകാരുടെ കൈ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല, അതിനു മുമ്പ് കിട്ടുവാണെങ്കിൽ ചിലപ്പം ജാമ്യം പോലും കിട്ടാത്ത അവസ്ഥ വരും. ഏതായാലും ഈ സമയം നമ്മുടെ ശരത്തിനെ മാറ്റിയിട്ട് രേവതി സച്ചിയും കൂടെ ചന്ദ്രോദയത്തിലേക്ക് എത്തുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. പറയാനുണ്ടോ? ഇനിയിപ്പൊ അകത്ത് കയറി എന്തായിരിക്കും? അപ്പോഴത്തേക്കും ആ കാറില് വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ. ആ കാറില് നമ്മുടെ ശരത്തും കൂടെ ഉണ്ട്. അപ്പോഴത്തേക്കും ശരത്തിനെ ആ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശരത്തിനെ ഞാൻ പറഞ്ഞില്ല വേറെ ഒരു സ്ഥലത്ത് മാറ്റിന്ന്, അത് തെറ്റാണേ. ശരത്തിനെ വേറെ എങ്ങോട്ടേക്ക് മാറ്റിയിട്ടില്ലേ. നമ്മുടെ ശരത്ത് രേവതിയുടെ സച്ചിനും കൂടെ ചന്ദ്രോദയത്തേക്ക് വന്നേക്കുക. അപ്പൊ അതെന്തിനാണ് ഏതിനാണ് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അലീനയുടെ കഥ നമ്മൾ ഡെയിലി റിയൽ സ്റ്റോറിക്കകത്ത് ഇടുന്നുണ്ട്. അപ്പൊ അതും കൂടെ എല്ലാവരും ഒന്ന് കയറി കാണണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ റിയൽ സ്റ്റോറി എന്നാണ്. പിന്നെ കാറ്റത്തെ കിളിക്കൂട്, അത് കുറെ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അതെന്താ ഇടാത്തത്. നമ്മൾ കാറ്റത്തെ കിളിക്കൂട് എന്നും രാവിലെ ഇടുന്നുണ്ടെന്നേ. അത് നമ്മൾ ഇടുന്നത് റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ഒരു ചാനലിനകത്താണ്. അതിന്റെ പോസ്റ്റ് നമ്മൾ ഈ ചാനലിൽ തന്നെ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. പോസ്റ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ലിങ്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് കയറി നോക്കിക്കോട്ടോ. ടാറ്റ ബൈ ബൈ.